ഗൈസ്, എന്തൊക്കെയുണ്ട്? ഇന്ന് ഞങ്ങള് ജസ്റ്റ് ഒന്ന് നഡ്ഡി കറങ്ങാൻ വന്നതാണ്. നഡ്ഡി എന്ന് പറയുന്നത് ധരംശാലയിലെ ഒരു കുഞ്ഞു വില്ലേജ് ആണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കാണാൻ. ഞങ്ങള് വെറുതെ ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പം മെക്ലോയിൽ വരാനാണ്. പക്ഷെ എന്നും മെക്ലോ അല്ലേ പോണ്. ഇന്ന് നമുക്കൊന്ന് ചേഞ്ചിന് നഡ്ഡി വരെ പോവാന്ന് പറഞ്ഞിട്ടാണ് നഡ്ഡി ഇറങ്ങിയത്. ഞാൻ ഇവിടെ പോകുമ്പോഴും എന്റെ ബാഗിൽ ഒരു ആർട്ട് ബുക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ജസ്റ്റ് ആ ഒരു ആർട്ട് ഡേറ്റ് പോലെ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ നമുക്ക് അതാണ് തോന്നിയത്. ഇതാണ് ഞങ്ങളുടെ ടീമിലെ മെയിൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ 3 പേരും അത്യാവശ്യം വരക്കുന്നതും പെയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ 3 ആളും 3 കാറ്റഗറിയാണ്. ഇവളുടെ ഏരിയ എന്ന് പറയുന്നത് ഡൂഡ്ലിംഗ് ആണ്. ഇവൾ നല്ല അടിപൊളിയായിട്ട് ഡൂഡ്ലിംഗ് ചെയ്യും. മറ്റവളാണെങ്കിൽ അധികം ഫോക്കസ് ചെയ്തിട്ടുള്ളത് പോർട്രേറ്റ്സിലാണ്. നല്ല കിഡിലായിട്ട് വരക്കും. ഞങ്ങൾ ടീമിലെ ബെസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മറ്റവളാണ്. ഞാനാണെങ്കിൽ അധികം ഫോക്കസ് ചെയ്യുന്നത് ഈ എന്തെങ്കിലും ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള പെയിന്റിങ് അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ അധികം വരക്കല്. ഞങ്ങൾ കുറച്ച് പ്രാവശ്യമായിട്ട് നടിയിൽ വന്നിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ വന്നതില് ഞങ്ങൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ഇതുവരെ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇനി നമുക്ക് മുകളിലോട്ട് പോകാനും നല്ല സൺസെറ്റ് വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഇരുന്നു പോകും. എന്നിട്ട് വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വരക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഥ പറയാ. ഇതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. പക്ഷെ ഈ ഒരു കോർണർ എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടും നല്ല രസമാണ്. എനിക്ക് കുറെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്നത്തെ ഒരു ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചിറങ്ങിയതാണ്. വീഡിയോ ഒന്നും വേണ്ട, ഒന്ന് ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. പക്ഷെ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് നിങ്ങളും കൂടി കാണിക്കണം എന്ന് തോന്നി. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ ബ്യൂട്ടി ഓഫ് സ്കൈയും ഇതൊക്കെ ആയിരിക്കും. പിന്നെ മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലോർ ചെയ്തതും എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ്. പക്ഷെ അത് മാറിയതും പിന്നെ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്തതൊക്കെ ഇവിടെ വന്നതിന് ശേഷം. എൻ്റെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു 2 വർഷങ്ങളായിരുന്നു ഇത്. എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരിക്കലും ഈ ഒരു പീരീഡ് മറക്കാൻ പോണില്ല എന്നുള്ളത്. അത്രയും സ്പെഷ്യലാണ്. അപ്പൊ അതൊക്കെ അടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് മെക്ലോഡിലാണ്. സ്വാഭാവികം എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ മെക്ലോഡ്ഗഞ്ച് തന്നെ എത്തും. ഞങ്ങൾ ഇന്ന് മെക്ലോഡ്ഗഞ്ച് പോവണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എങ്ങനെങ്കിലും അവിടെ എത്തും. കയ്യിൽ നിന്ന് കുറച്ച് പൈസ പൊട്ടും ചെയ്യും. അപ്പോൾ വെറുതെ അവിടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ഞങ്ങൾ റൂമിലോട്ട് വിട്ടു. അപ്പൊ അത്രക്കുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.